ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു ഫോൺ സെക്കൻഡ് ഹാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫോണിൻ്റെ കാലപ്പഴക്കം അല്ലെങ്കിൽ അതിൻ്റെ ഏജ് വയസ്സറിയാൻ പറ്റും. അതുകൂടാതെ നമുക്ക് നമ്മളുടെ ഫോണിൻ്റെ ഇതും കാര്യങ്ങൾ അറിയാൻ പറ്റും. സിം ഇട്ട ടൈം അറിയാൻ പറ്റും, ഏത് വർഷമാണ് മേക്ക് ചെയ്തത്, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് സാധാരണ പറയുന്ന പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ചുമന്നാണ് കിടക്കണമെങ്കിൽ അത് മുന്നിൽ കുത്തു കൊടുക്കുക. അതിനുശേഷം തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ അപ്പം തന്നെ വരും. അപ്പോൾ അതുമേ ഒരു കുത്തു കൊടുക്കുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടി ഒരു കുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം ഓക്കെ ആയി. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങൾ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഫോണിലുള്ള IMEI നമ്പറാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ IMEI നമ്പർ സാധാരണ നമ്മൾ IMEI നമ്പർ എടുക്കുന്നത് നമ്മൾ ഫോൺ വാങ്ങിക്കുമ്പോൾ ഫോണിൻ്റെ കവറും ആയിരിക്കും IMEI നമ്പർ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫോൺ എപ്പോഴും കവർ എപ്പോഴും നമുക്ക് സൂക്ഷിച്ചുകൊണ്ടൊന്നും നടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോണാണ് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് IMEI നമ്പർ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതറിയാൻ വേണ്ടി നമ്മൾ ഫോണിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റിന് നമ്മൾ ഫോണിൽ നമ്മൾ സാധാരണ ഡയൽ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതായത് ഒരു ഫോണിൻ്റെ ചിഹ്നമൊക്കെ ആയിട്ടുള്ളത് പച്ച കളറിലുള്ളത്. അപ്പോൾ അത് അമർത്തുക. അതിന് ശേഷം നമ്മൾ അവിടെ ഡയൽ ചെയ്യേണ്ടത് *#06# എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഫോണിൽ IMEI നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് IMEI നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ എത്ര സിം ഉണ്ടോ ആ സിമ്മിന് അനുസരിച്ചുള്ള IMEI നമ്പറുകൾ 2 ആണെങ്കിൽ 2 വരും. 3 സിം ആണെങ്കിൽ 3 IMEI നമ്പർ വരും. അപ്പോൾ നമ്മൾ ഈ IMEI നമ്പർ കോപ്പി ചെയ്തെടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ IMEI നമ്പർ ഒന്ന് അമർത്തി പിടിച്ച് ചെയ്യുന്ന താഴെ ഒന്ന് കോപ്പി ഇടുന്നിടത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്നിട്ട് ഇത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരെ ബാക്ക് അടിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം എന്നുള്ള സംഭവമുണ്ട് നമ്മുടെ ഫോണിൽ നെറ്റ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോം എടുക്കുക. അതിന് ശേഷം നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് കാര്യം ഞാൻ പറഞ്ഞുതരാം. IMEI എന്നുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ IMEI എന്നുള്ള ഓപ്ഷൻ ടൈപ്പ് ചെയ്യുക. IMEI.info എന്നുള്ളൊരു ഓപ്ഷനാണ്, ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളുടെ IMEI നമ്പർ. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിൽ ഇൻവാലിഡ് IMEI എന്ന് കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ 15 നമ്പറുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത്. അതിന് ഇവിടെ 15 നമ്പർ ഇല്ല, അതുകൊണ്ടാണ് ഇൻവാലിഡ് IMEI എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് അടിച്ചിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഈ സംഭവം ഈ IMEI നമ്പർ പേസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ അപ്പോൾ നമ്മളിവിടെ IMEI നമ്പർ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ പേസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിനകത്ത് കൊടുത്ത് ഇവിടെ വരും. 15 അക്കം ഇവിടെ വരും. എന്നിട്ട് നമ്മൾ ഇവിടെ അടിയിൽ കാണാൻ പറ്റും IMEI എന്നുള്ളത് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം ടിക്കാറ്റാണ്. അപ്പോൾ നമ്മൾ കൊടുത്തത് സെലക്ഷൻ ശരിയായിട്ടില്ല. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്യാപ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ചെക്ക് കൊടുക്കുക. ചെക്ക് കൊടുത്ത് കഴിയുമ്പോൾ ചെക്കിങ് കാണിക്കും. ചെക്കിങ് കാണിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ സംഭവങ്ങളൊക്കെ. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം. നമ്മളുടെ സംഭവം വന്നിട്ടുണ്ട്. നമ്മുടെ മോഡലിൻ്റെ പേരുണ്ട്, ബ്രാൻഡ് ഉണ്ട്, IMEI നമ്പർ ഉണ്ട്. പിന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഇവിടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കുക. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. സ്മാർട്ട് ഫോൺ ഡിസൈൻ, അങ്ങനെ ഡ്യുവൽ സിം ആണോ, സിം കാർഡ് സൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് റിലീസ് ചെയ്ത ഡേറ്റ് കാണാൻ പറ്റും, ജൂൺ 2019 ഇപ്പോൾ ഈ ഞാൻ നോക്കിയ ഫോണുണ്ട്. പിന്നെ LTE ഒക്കെ ഉണ്ട്, ഡിസ്പ്ലേഡ് ഉണ്ട്. പിന്നെ എക്സ്പാൻഡ് ഒന്നുകൂടി ചെയ്താൽ ബാക്കിയുള്ള LCDയുടെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ബാറ്ററിയുടെ എല്ലാത്തിൻ്റെ RAM വരെ അറിയാൻ പറ്റും, മെമ്മറി കാർഡ് ഒക്കെ
റാം മെമ്മറി കാർഡ്, ബിൽറ്റ് ഇൻ മെമ്മറി ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി റീഡ് മോർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാൻ പറ്റും. അതായത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഏത് ഫോണാണ്, സൈസ് ഏതാണെന്നൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ സെറ്റപ്പായിട്ടുള്ള സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ വീണ്ടും വേണമെങ്കിൽ IMEI നമ്പർ സെക്കൻഡും സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാനിവിടെ മലയാളത്തിലുള്ള സെറ്റപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഈ സംഭവം നോക്കിയത് മലയാളത്തിലുള്ളതാണ് ഇപ്പോൾ കണ്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇംഗ്ലീഷ്, മലയാളം. ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൺവെർട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ വരുന്നതിനെക്കുറിച്ച്, ഇങ്ങനെ മലയാളത്തിലേക്ക് നമ്മളുടെ സംഭവം വരുന്നതിനെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആർക്കെങ്കിലും കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റും. അല്ലെങ്കിൽ മുകളിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ഒന്ന് കുത്തി പൊട്ടിച്ചേക്കണം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ അറിവൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നന്ദി.